ഹായ്, ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ഷവായിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്, അപ്പോൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 3/4 kg ഒരു 700 ഗ്രാമോളം ഉള്ള ചിക്കൻ എടുത്തിട്ട് വലിയ പീസാക്കിയാണ് കേട്ടോ കട്ട് ചെയ്തത്. അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മസാല ഉള്ളിലോട്ട് പിടിക്കാനാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ആവശ്യ ഗ്രേവിക്ക് വേണ്ടത് ഒരു 10 വെളുത്തുള്ളിൻ്റെ അല്ലി, പിന്നെ ചെറിയുള്ളി, പിന്നെ ഈ കാശ്മീരി മുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് കുറച്ച് വിനെഗർ ഒഴിച്ചിട്ട് അതിലൊരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിനി ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മല്ലിച്ചപ്പ് കട്ട് ചെയ്തത്, പിന്നെ ഞാൻ എടുത്തു വെച്ച ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി, പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു തക്കാളി. അപ്പോൾ ഒരു തക്കാളി എൻ്റെ കയ്യിൽ ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. ഒരു 2 തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുള്ള കാശ്മീരി മുളകില്ലേ, അതും കൂടെ അതിലേക്ക് മിക്സിയിൽ വിനെഗർ അടക്കം അത് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ചധികം ഗരം മസാലേൻ്റെ പൊടി. എനിക്കൊരു കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു കണക്കിന് അങ്ങോട്ട് ഇടലാണ്. അപ്പോൾ കൂടുതലായിട്ട് വേണ്ടത് ഗരം മസാലയാണ്. ഇനി അതിലേക്ക് വേണ്ടത് എരിവിന് നമ്മൾ ഓൾറെഡി കുറച്ച് കാശ്മീരി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ പീസും എടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഈ മസാല നല്ലോണം അതിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ഓരോ ചിക്കൻ്റെ പീസിൻ്റെ മേലെയും നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക. ഇതിനാവശ്യത്തിന് ഉപ്പിടണം കേട്ടോ, അതിനോട് വിട്ടുപോയതാണ്. ഇത് അരച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. അല്പം ഉപ്പ്, അത് ഉപ്പുണ്ടോ എന്ന് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം. എന്നിട്ട് ഇത് ചിക്കൻ്റെ മേലെ നല്ല രീതിയിൽ പിടിപ്പിച്ച് കൊടുക്കുക. നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു 2 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. മിനിമം 2 മണിക്കൂർ. ഇനിയിപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് നമുക്ക് കുക്കർ എടുക്കുക. എന്നിട്ട് ഇപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, അല്പം ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഞാനിതാ ഈ ചിക്കൻ ഇതിൻ്റെ ഗ്രേവി അടക്കം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കറിലോട്ട്. വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ അതേ പാത്രത്തിൽ അങ്ങനെ തന്നെ എടുത്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനിതാ കുക്കറിൻ്റെ മൂടി ഇട്ടിട്ടുണ്ട്. 2 വിസിലടിക്കുക കേട്ടോ. 2 വിസിലടിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് ആവിയൊക്കെ പോയതിന് ശേഷം എടുത്തിട്ട് ഒരു ഫ്രൈ പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിലും അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഇത് കുക്കറിൽ നിന്ന് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഈ ഗ്രേവി ഒന്ന് വറ്റി കുറുകി വരും കേട്ടോ. ഇപ്പോൾ വന്നിട്ടുണ്ട്, ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളി ടേസ്റ്റ്. ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല രസമാണ്. പൊറാട്ടയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കൂടെ ഇഷ്ടം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇഫ്താറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ഷവായാണ്. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.